കയ്യിലെ പണം ചിലവാക്കാതെ എടുത്തുവെക്കാനും ഒരു വസ്തു പോലും പണം നൽകി ആരും വാങ്ങരുത് എന്നും സാമ്പത്തിക വിദഗ്ധരുടെ ഉപദേശം ലോകമെങ്ങും പരക്കുകയാണ്. അധികം വൈകാതെ സാമ്പത്തിക മാന്ദ്യം ലോകത്തെ വിഴുങ്ങിയേക്കുമെന്ന ആശങ്കയാണ് ഈ മുന്നറിയിപ്പിന് പിന്നിലെ കാരണം. സാമ്പത്തിക മാന്ദ്യം വന്നാൽ കയ്യിലിരിക്കുന്ന പണമായിരിക്കും ഏറ്റവും മൂല്യമുള്ളതാകാൻ പോകുന്നതെന്നാണ് സാമ്പത്തിക വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. ഏപ്രിൽ 10 മുതൽ പുതിയ തീരുവ നിലവിൽ വരുന്നതോടെ അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾക്ക് ചൈനയിൽ വില കൂടും. ഇതോടെ ഇലോൺ മസ്കിന്റെ ടെസ്ല എന്ന കാർ കമ്പനിക്ക് ചൈനയിൽ വിറ്റഴിക്കാൻ കഴിയാത്ത സ്ഥിതിയാകും. ടെസ്ല കാറുകളുടെ വില അത്രയ്ക്ക് ഉയരുമെന്ന് അർത്ഥം. ഇങ്ങനെ ചൈനയുടെ ഉൽപ്പന്നങ്ങൾ യുഎസിലേക്കും യുഎസിലെ ഉൽപ്പന്നങ്ങൾ ചൈനയിലേക്കും പോകാതിരിക്കുന്ന സ്ഥിതിവിശേഷം വൈകാതെ മറ്റു രാജ്യങ്ങളിലേക്കും ചരക്ക് നീക്കത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും ഇത് ഒരു വലിയ ആഗോള മാന്ദ്യത്തിന് വഴിവെക്കുമെന്നുമാണ് വിലയിരുത്തൽ. ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് 54% ഇറക്കുമതി തീരുവ ചുമത്തിയതോടെ യുഎസിൽ ഇറക്കുമതി ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഇനി ഇറക്കുമതി ചെയ്താൽ തന്നെ പൊള്ളുന്ന വിലയ്ക്ക് വിൽക്കേണ്ടി വരുമെന്നതിനാൽ ആരും വാങ്ങാനും പോകുന്നില്ല. എന്നാൽ ട്രംപിന്റെ ഈ ശിക്ഷയ്ക്ക് ബദലായി അമേരിക്കയിൽ നിന്നും ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ മേൽ 34% നികുതി ചുമത്തിയിരിക്കുകയാണ് ചൈന. 34% എന്ന തോതിൽ പകരച്ചുങ്കം ഏർപ്പെടുത്തിയതോടെ യുഎസിന്റെ ഓഹരി വിപണി വെള്ളിയാഴ്ച തകർന്നു. ഏകദേശം $6 ലക്ഷം കോടി നഷ്ടമാണ് ഉണ്ടായത്. ഗൂഗിൾ, ഒറാക്കിൾ, ഫേസ്ബുക്ക്, മെറ്റ, ടെസ്ല തുടങ്ങിയ അമേരിക്കൻ കമ്പനികളുടെ ഓഹരി വിലയിൽ വൻ നഷ്ടമുണ്ടായി. യുഎസ് വിപണിയിൽ എത്ര നഷ്ടമുണ്ടായാലും പ്രശ്നമില്ലെന്നും ഇനി വ്യാപാരത്തിന്റെ കാര്യത്തിൽ ചൈനയ്ക്ക് യുഎസിനെ അടിക്കാൻ സാധിക്കില്ല എന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇത്രയും കാലം യുഎസിന്റെ ഉൽപ്പന്നങ്ങൾക്ക് വില തീരുവ ചുമത്തി ചൈന കച്ചവടം ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇനി ചൈനയുടെ പഴയ തന്ത്രങ്ങൾ വിലപ്പോകില്ലെന്ന് ട്രംപ് പറഞ്ഞു. ചൈനയുമായി യാതൊരു ഒത്തുതീർപ്പിനും തയ്യാറല്ല എന്ന കർശനമായ നിലപാടാണ് ട്രംപ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഈ വർഷം ആദ്യം ചൈനയ്ക്ക് മേൽ 20% തീരുവയാണ് അമേരിക്ക ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ അതിനു പുറമെ കഴിഞ്ഞ ദിവസം 34% കൂടി ട്രംപ് പ്രഖ്യാപിച്ചു. ഇതോടെ അമേരിക്ക ചൈനയ്ക്കു മേൽ ചുമത്തിയ തീരുവ 54%. അമേരിക്കയുടെ വ്യാപാര കമ്മി കുറയ്ക്കാനെന്ന പേരിലാണ് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾക്ക് 10 മുതൽ 49% വരെ ഇറക്കുമതി ചുങ്കം ചുമത്തിയത്. ഇന്ത്യൻ വാണിജ്യ മന്ത്രാലയത്തിന്റെ അറിയിപ്പിൽ തീരുവ 27% എന്നാണ് കണക്കാക്കുന്നത്. മരുന്നുകൾ, സെമി കണ്ടക്ടറുകൾ, ചില ധാതുക്കൾ എന്നിവയെ തീരുവ വർധനയിൽ നിന്ന് ഒഴിവാക്കി. ചെമ്മീൻ, കാർപ്പറ്റ്, മെഡിക്കൽ ഉപകരണങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ എന്നിവയുടെ യുഎസിലേക്കുള്ള കയറ്റുമതിയെ തീരുവ വർധന സാരമായി ബാധിക്കും. അതേസമയം വസ്ത്രനിർമ്മാണ മേഖലയിൽ ഇന്ത്യയുടെ എതിരാളികളായ രാജ്യങ്ങൾക്ക് ഉയർന്ന തീരുവ ഏർപ്പെടുത്തിയത് ഇന്ത്യക്ക് ഗുണകരമായി മാറിയേക്കും.